വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്, ശനിയാഴ്ച. നല്ല മഴയാണ്. ഇനിയിപ്പോൾ തെക്കൻ കേരളത്തിനേക്കാൾ വടക്കൻ കേരളത്തിൽ മഴ കൂടും എന്നുള്ള വിവരമാണ് വരുന്നത്. റെഡ് അലർട്ട് ഉണ്ട് 3 മണിക്കൂർ നേരത്തേക്ക്. പ്രത്യേകിച്ച് എറണാകുളം മുതൽ വടക്കോട്ടുള്ള മഴ സാധ്യത കൂടുതലാണ്. പാലക്കാട് ജില്ലയിൽ കനത്ത മഴയാണ്. പുതുപ്പള്ളി തെരുവ് പുത്തുക്കുടിയിൽ ഷാഹുൽ ഹമീദിന്റെ വീട് തകർന്നു എന്ന വിവരം വരുന്നു. അപകട സമയത്ത് വീടിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇബാൽ, എപ്പോഴാണ് മഴ ആരംഭിച്ചത്? കനത്ത മഴയാണ്. ഇപ്പോഴും പാലക്കാട് മഴ തുടരുകയാണോ? അരുൺകുമാർ, ഇന്ന് രാവിലെ ഏകദേശം 7:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ പത്തുകുടി എന്ന് പറയുന്ന മേഖലയിൽ ഷാഹുൽ ഹമീദും കുടുംബവും താമസിച്ച വീടാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ വീടാണ് പുലർച്ചെ ഒരു 7-7:30 മണിയോടുകൂടി കനത്ത മഴയിൽ ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന വ്യക്തി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ്? ഇന്ന് രാവിലെ 7 സംഭവം നടന്നത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ഈ രാത്രി ഇന്നലെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നും ഉണ്ടാവില്ലല്ലോ സംഭവിച്ച്. പിന്നെ ഉണ്ട് രാവിലെ ഒന്നായിട്ടാണ് വീണിക്കുക. അപ്പം ഞങ്ങൾ എന്നിട്ട് ബാക്കിൽ ഒന്നായിട്ട് ഓടി. ഞങ്ങൾ ഇപ്പോൾ ഈ സൈഡ് നിന്നിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓടി. എൻ്റെ അമ്മസ്ഥാനക്ക് സുഖമില്ലാത്ത അമ്മസ്ഥാനെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും പാടെ ഓടി. എൻ്റെ നാത്തൂന് എണിക്കുമ്പോൾ നേരെ എണിക്കുക. അപ്പോൾ അവളെങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ അവളെ വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പാടെ പുറത്ത് ഓടി. മണ്ണിച്ചമ്പരായിരുന്നു. ഞങ്ങൾ ഇത് കൂടെ കയറിയാണ് വന്നത്. 5 പേര്. എൻ്റെ മോൻ ദർസിലാണ്. 5 പേര് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയാണ്. ശബ്ദം കേട്ട് ഞങ്ങൾ പുറത്ത് പോയതാണ്. പ്രധാന സൗണ്ട് കേട്ടു. അപ്പൊ ഞങ്ങൾ ബാക്ക് കൂടെ ഉറങ്ങി പോയതാണ്. ഒന്ന് രാത്രിയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് സംഭവിച്ചിട്ടുണ്ടാവും. അരുൺകുമാർ, ഈ വീടിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണേണ്ട സ്ഥിതിയിലാണ്. അതായത് ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വീടാണ്. ആ വീടിന്റെ ചുവരുകളാണ് ഇന്ന് രാവിലെ ഏകദേശം 7:30 മണിയോടുകൂടി ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ വീടിന്റെ മുൻവശത്ത് നിർത്തിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഉൾപ്പെടെ ആ മതിൽ ഇപ്പോൾ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. വീടിനകത്ത് 5 പേരാണ് ഈ സമയത്തുണ്ടായിരുന്നത്. 2 വയോധികർ ഉൾപ്പെടെയാണ് ഈ സമയത്ത് വീടിനകത്തുണ്ടായിരുന്നത്. അവർ 5 പേരും പല ഭാഗങ്ങളിലേക്ക് ഓടിയത് കൊണ്ട് മാത്രമാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈ വാർഡ് കൗൺസിലറായിട്ടുള്ള സൈറ ബാനു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വീട്ടിലുണ്ടെന്ന ആളുകളെ എങ്ങോട്ടാ മാറ്റി അവരുടെ ബന്ധുവിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. എന്നെ തൊട്ട വീട്ടുകാരാണ് എന്നെ വിളിച്ച് പറഞ്ഞത് വീട് ഇങ്ങനെ വീണിട്ടുണ്ടെന്ന്. പെട്ടെന്ന് വേഗം വന്നു. KSBയിലേക്ക് വിളിച്ചു. അവിടെ തന്നെ വിളിച്ചു പറഞ്ഞു. അവർ വന്നു. പിന്നെ നമ്മളിവിടെ നിന്ന് നോക്കി ആൾക്കാരെയൊക്കെ മാറ്റി അവർ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നു. നമുക്കതൊക്കെ കാട്ടി ആൾക്കാർ വിവരങ്ങൾ നൽകുക. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് വടക്കോട്ട്, പ്രത്യേകിച്ച് പാലക്കാട് കനത്ത മഴയാണ്. ഇപ്പോഴും കേരളത്തിൽ പലയിടങ്ങളിലും മഴയുണ്ട്. തെക്കൻ കേരളത്തേക്കാൾ വടക്കൻ കേരളത്തിൽ വരുന്ന മണിക്കൂറുകൾ പ്രത്യേകം ജാഗ്രത വേണം. വയനാട്ടിലും കഴിഞ്ഞ 24 മണിക്കൂറായി നല്ല മഴയുണ്ട്. താമരശ്ശേരിയിൽ അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. പൊന്മുടിയിലും അതേപോലെ അതിരപ്പള്ളിയിലും വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. അപ്പോൾ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. പല ജില്ലകളിലും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 3 മണിക്കൂർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി അറിയിക്കുന്നു. റിപ്പോർട്ടർ വാർത്താ സംഘം എല്ലായിടങ്ങളിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകാനായി നമ്മൾ ആകാശ കാഴ്ചകൾ കണ്ടു. പാലായിലും റാന്നിയിലും റോഡിലേക്ക് വെള്ളം കയറിയതും ടൗണിൽ വെള്ളം കയറിയതും നമ്മൾ കണ്ടു.